ഹലോ. എടാ നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്യുന്ന മറ്റൊരു വീഡിയോ സ്പീഡ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പീഡ് ഒട്ടും കൂട്ടാതെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ ലെവലിലാണ് കട്ട് ചെയ്യുക. ബാക്കിലെ മാർക്ക് ചെയ്തതിന് ശേഷം അത് രണ്ടും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുക. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് ഫ്രണ്ടിലെ സിബിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ഭാഗം ഓപ്പൺ ചെയ്യണതാണ്, കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ മാർക്ക് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ മാർക്കിൽ നിന്നും താഴേക്ക് 6 ഇഞ്ചാണ് ഞാൻ എടുക്കുക. അത് സിബ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഞാൻ ആ ഒരു 6 ഇഞ്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറ്. എടുത്തതിന് ശേഷം ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്രോസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തിട്ട് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പുറം വശത്ത് നമ്മുടെ ക്ലോത്തിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, ആ ഉൾവശത്ത് നമ്മുടെ നെക്ക് കട്ട് ചെയ്ത ഭാഗം, ഇതിപ്പോൾ ഏകദേശം ഒരു റൗണ്ട് നെക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു കോഴിമുട്ടയുടെ ആകൃതിയില്ലേ അതേപോലെ ഒരു ചെറിയൊരു റൗണ്ട്, അങ്ങനെയാട്ടോ അതിൽ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉൾഭാഗത്തല്ല, മേൽഭാഗത്തല്ല, താഴേക്ക്. അപ്പോൾ നമ്മുടെ നെക്ക് കട്ട് ചെയ്ത ഭാഗം മേലെ വെച്ചിട്ട്, അതായത് ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കുക 2 സൈഡും. ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്യാത്ത സമയത്ത് വെച്ചിട്ട് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാട്ടോ. തയ്ച്ചതിന് ശേഷം സെൻറ്റർ ഓപ്പൺ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന രീതിയാണ് എനിക്ക് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണോണ്ടും കുഴപ്പമില്ല. അപ്പോൾ അതാവുമ്പോൾ പിന്നീട് ഫ്രണ്ടിലെ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ശൈലി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു മാത്രം. ഓക്കെ, അത് എല്ലാത്തിനല്ല, നൈറ്റിക്ക് മാത്രം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ആ നൂല് കട്ട് ചെയ്യാത്ത വിധം ഓരോ ഭാഗത്തും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, നോട്ട്സ് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സ്ക്വയർ നെക്കാണ് എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല. ആ ഒരു സ്ക്വയർ വരുന്ന ആ ഒരു ഒറ്റ ഭാഗത്ത് മാത്രമേ കട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. റൗണ്ട് നെക്കാകുമ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് ആ റൗണ്ടുള്ള ഭാഗത്ത് പ്രത്യേകിച്ചും അങ്ങനെ ഒരു കട്ടിങ് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പട്ടഭാഗം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നഖം കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു നമ്മൾ ഇസ്തിരി ഇടൂലേ, തേച്ച ഫീലിങ് കിട്ടും. പിന്നെ അതിൻ്റെ മേലെ കൂടെ കഴുത്ത് ഫിനിഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ആ ഉള്ളിൽ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ തോന്നും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിൽ നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്ത ആ സ്റ്റിച്ചിൽ ടച്ച് ചെയ്യാറുണ്ടോ ശ്രദ്ധിക്കണം. ആ ഒരു ഭാഗം ഫിനിഷായ ശേഷം അതിൻ്റെ താഴെഭാഗം, ഈ താഴെഭാഗത്ത് ഈ ഒരു ഭാഗം മടക്കി തയ്ക്കുന്നില്ല. കാരണം അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്ന് വരാത്ത ഭാഗമാണ് അവിടെ, പിന്നി വരില്ല. അതുകൊണ്ട് അവിടെ മടക്കി തയ്ക്കുന്നില്ല. പക്ഷെ താഴെഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നല്ല ഇങ്ങനെ മടക്കി കൊണ്ട് വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മേലെ തന്നെ മടക്കി ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ മേൽഭാഗത്ത് കൂടി മടക്കി വരേണ്ട ആവശ്യമില്ല. സ്ക്വയർ അല്ലാത്തത് കൊണ്ട് തന്നെ മേൽഭാഗത്ത് നിന്ന് തന്നെ മെല്ലെ മടക്കി ആയിക്കൊണ്ട് ആ റൗണ്ട് കറക്റ്റായിട്ട് കൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഏറ്റവും താഴേന്ന് വേണം ആദ്യം മടക്കാൻ, എന്നിട്ട് മേലേക്ക് ശരിയാക്കി കൊടുക്കുക. നമ്മൾ തൊട്ട് താഴെ നിന്നിട്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ വളവ് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു കയറ്റിറക്കം പോലെയൊക്കെ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ അതൊന്നും ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഭാഗം ഫിനിഷായി, രണ്ടാമത്തെ ഭാഗവും അതേപോലെ തന്നെ ചെയ്യാം.
അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗം പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി സിബ് വെക്കണം. സെൻറ്ററിൽ നമ്മൾ സിബ് വെക്കണം. അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് മടക്കി വെക്കണം. പിന്നെ നമ്മുടെ സിബിന് ഞാൻ നീളം കുറച്ച് കൂടുതലുള്ള സിബാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിബ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ. ഇതേ കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്തതിനേക്കാളും കൂടുതലാണ് സിബുള്ളത്. ഇനി ചെറിയ സിബാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളിവിടെ പട്ട വരില്ലേ, ആ പട്ട വരുമ്പോൾ അത് മനസ്സിലാവാതെ പൊക്കോളും. ഒരു ഭാഗം മടക്കി വെച്ചത് മേലെ സിബിൻ്റെ മേലെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. സിബിൻ്റെ മേൽഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഈ ഒരു ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ട് ഫൂട്ട് മാറ്റിയിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് കയറുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തി കിട്ടില്ല. നമ്മൾ ഈ സൈഡ് എങ്ങനെയാണോ തയ്ച്ച് താഴേക്ക് ഇറങ്ങിയത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും മേലേന്ന് തയ്ച്ച് താഴേക്ക് ഇറങ്ങണം. പിന്നെ മേലേന്ന് തയ്ച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സെൻറ്റർ ഭാഗമാണ്. നൈറ്റിക്ക് ആയതുകൊണ്ട് തന്നെ ആ സെൻറ്റർ ഭാഗം അങ്ങനെ കിടക്കുന്നുണ്ട്, കുഴപ്പം വരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പട്ട വരുമെന്നുള്ളത്. സിബിൻ്റെ ഭാഗം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇതാണ് നമ്മുടെ പട്ട. ഈ പട്ടയുടെ ഭാഗം മേലെ ആദ്യം ഇങ്ങനെ പിന്നി വരാത്ത ഭാഗം ഉണ്ടല്ലോ, ഇത് പിന്നി വരുന്ന ഭാഗം, മറ്റേ ഭാഗം പിന്നി വരില്ല. ആ ഭാഗം പിന്നി വരാത്ത ഭാഗം മേലേക്കും പിന്നി വരുന്ന ഭാഗം താഴേക്കുമായിട്ട് മടക്കി വെക്കാം. ഒരു മടക്ക് മടക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതല്ല താഴത്തേത് ഒരു മടക്കും കൂടി ഉള്ളിലേക്ക് മടക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. ആദ്യം മേലെ ഒരു മടക്ക് മടക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ ബോറായിട്ട് നിൽക്കും. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം തയ്ച്ച് വരാം. ഇപ്പോൾ ഈ ഒരു പട്ട മേലെ വരുന്ന കാരണം നമ്മൾ താഴെ സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തുനിന്ന് സ്റ്റിച്ചിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അത് പുറത്തേക്ക് കാണില്ല. കാരണം ഈ പട്ട ഒരു മറ പോലെ സിബ് ക്ലിയറായിട്ട് കിടക്കും. ഇനി താഴത്തെ ഭാഗം ഇങ്ങനെ സ്ക്വയറായിട്ട് നിങ്ങൾക്ക് മടക്കണമെങ്കിൽ അങ്ങനെ മടക്കാം. അതല്ല ഈ ഒരു വി ഷേപ്പ് പോലെ മടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മടക്കി വെക്കാം. ഈ ഷേപ്പിൽ മടക്കുമ്പോൾ ഓരോ അറ്റഭാഗം വരുമ്പോഴും സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഫൂട്ട് പൊക്കാൻ. എന്നിട്ട് വേണം ക്ലോത്ത് തിരിച്ച് കൊടുക്കാൻ. ഇതേ ഒരു ഭാഗം തിരിച്ച് സെൻറ്റർ ഭാഗം എത്തുമ്പോൾ വീണ്ടും സൂചി കുത്തി നിർത്തി വീണ്ടും തിരിച്ച്, കണ്ടില്ലേ, ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ച് കൊണ്ടുപോകാൻ. അതിനുശേഷം ഒരു സ്ക്വയർ പോലെ മേലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സ്ക്വയർ രൂപത്തിലാക്കാം. അതൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഞാനെന്താ പറയുക, കിട്ടിട്ടടിക്കുക. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിബ് വെക്കാൻ അത്രയും ഈസിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.